എനിക്കിനി എന്നെ ക്ഷണിക്കണമെന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവരോട് പറഞ്ഞത് എന്നെ ക്ഷണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കാര്യം നടത്തിയാൽ മതി. ഇനി സർക്കാർ പരിപാടി 5 മാസം പഞ്ചായത്ത് ഞങ്ങളുടെ ആയിരിക്കും, പക്ഷെ സർക്കാർ പരിപാടികൾ വരുമല്ലോ, അതിലേക്ക് എന്നെ ക്ഷണിക്കണ്ട, പരിപാടി നടത്തിക്കോ. അധ്യക്ഷൻ അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആക്കിക്കോ, കുഴപ്പമില്ല. പക്ഷെ ഞങ്ങളെ ഈ നാട്ടിലൊരു ഹോസ്പിറ്റൽ പൂർത്തിയാകാതെ കിടക്കുന്നുണ്ട്, അതൊന്ന് പൂർത്തിയാക്കി തരൂ. ഞങ്ങളുടെ പാലം അയർക്കുന്നോ ഏറ്റുമാനോ പാലം പൂർത്തിയാക്കണം, അത് നടത്തി. എന്നെ വിളിക്കണമെന്നില്ല, എനിക്കൊരാഗ്രഹമില്ല, എനിക്ക് പങ്കെടുക്കണമെന്ന് പോലുമില്ല, നടത്തി തന്നാൽ മതി. പഞ്ചായത്ത് പ്രശ്നം ഗവൺമെന്റ് ആണല്ലോ പ്രശ്നം, ഈ കേരളത്തിലെ ഗവൺമെന്റ് ആണല്ലോ. ഗവൺമെന്റ് ഞാൻ പറഞ്ഞ പരിപാടിക്ക് എന്നെ വിളിക്കണമെന്നില്ല, ഞാൻ പ്രശ്നമല്ല, എനിക്ക് സന്തോഷത്തോടെ ഞാൻ പറയാ, വളരെ സന്തോഷത്തോടെ പറയാം. പരിപാടിക്ക് ഞാനങ്ങനെ ഒരു കംപ്ലൈന്റേ പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്ന കംപ്ലൈന്റ് എന്താ, പണി പൂർത്തിയാക്കാത്തൊരു സിവിൽ സ്റ്റേഷൻ എന്റെ പിതാവ് അലോട്ട് ചെയ്ത ഫണ്ട് മാത്രം ഉപയോഗിച്ച് എത്ര പൂർത്തിയാക്കിയോ അവിടെ നിർത്തിയിട്ട് 5 വർഷം ഒന്നും ചെയ്യാതെ അത് ഉദ്ഘാടനം ചെയ്തു. അതാണ് നമ്മുടെ പ്രശ്നം. എന്നെ വിളിക്കാത്തതല്ല പ്രശ്നം. പക്ഷെ എന്നോട് ചോദിക്കാതെ എന്റെ പേര് വെച്ചു, ചോദിക്കാതെ ഫോട്ടോ വെച്ചു, അത് പ്രശ്നമാണ്. എന്നോട് ചോദിക്കാതെ എന്റെ ഫോട്ടോ എങ്ങനെ വെക്കും? അപ്പം ഞങ്ങൾ രണ്ടുപേരും ഉപയോഗിച്ച് വോട്ട് തട്ടാനുള്ള ശ്രമമാണ്.